എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നാടൻ രീതിയിൽ ഉണക്കച്ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 2 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് കുറച്ചധികം നാൾ കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും ചെമ്മീൻ എടുത്ത് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് എത്രത്തോളം ചമ്മന്തി തയ്യാറാക്കി വെക്കണോ അതിനനുസരിച്ച് ഉണക്ക ചെമ്മീൻ എടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒരു 3-4 വെള്ളം കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടി വേണം. സവാള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കനം കുറച്ച് അതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന ചെമ്മീനനുസരിച്ച് സവാളയുടെ അളവും അതുപോലെ തന്നെ മുളകിൻ്റെ അളവുമൊക്കെ നമുക്ക് എരിവിനുമൊക്കെ അനുസരിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ കനം കുറച്ച് വേണം സവാളയൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇത് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അനുസരിച്ച് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്കച്ചെമ്മീനുണ്ടല്ലോ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി വരും ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ. നന്നായിട്ട് മൂത്ത് കിട്ടിയാലേ ഇത് ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കളറ് മാറി ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഉണക്കച്ചെമ്മീനും മുളകും ഈ ഉള്ളിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മൂത്ത് കിട്ടണം. അത് കോരി മാറ്റിയതിന് ശേഷം ഇനി പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എരിവിനാവശ്യമുള്ള വറ്റൽമുളക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എൻ്റെ കൈവശമുള്ള മുളക് അത്യാവശ്യം എരിവുള്ളതാണ്. ഞാൻ ഒരു 7 മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വരണം. ഇതാ മുളക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ചേർത്ത് കൊടുക്കുന്നതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ഈ ഒരു രീതിയിൽ അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി മുളക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ സവാളയും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. അതും പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയാലേ ഇത് കുറച്ചധികം നാളിങ്ങനെ കേടാകാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഇതേപോലെ കളറ് മാറി നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തേങ്ങയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഐറ്റംസ് 3ഉം കൂടെ ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ അത് എടുത്ത് വെച്ചിരുന്നത് 3 ഐറ്റവും നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ വേറൊരു ടേസ്റ്റാണ്. തേങ്ങ ചേർത്ത് കൊടുത്താൽ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇതേപോലെ നന്നായിട്ട് ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുക്കണം. ഒട്ടും നനവ് കാണരുത്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇതാദ്യം ചെമ്മീൻ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള വറുത്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇതേപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചമ്മന്തി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ. നമുക്ക് കുറച്ചധികം നാളിങ്ങനെ കേടാകാതെ എയർ ടൈറ്റായ പാത്രത്തിലാക്കി അടച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ പറ്റും. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു എയർ ടൈറ്റായ പാത്രത്തിലേക്കിട്ട് അടച്ചു വെച്ചിരുന്നാൽ സൂക്ഷിച്ച് വെച്ചേക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നമുക്കൊരു എയർ ടൈറ്റായ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി കഴിക്കാൻ എടുക്കുന്ന സമയത്ത്
കുറച്ച് പുളി വെള്ളത്തിലിട്ട് കൊടുത്തതിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് കഴിക്കാനുള്ള ചോറ് വിളമ്പിയെടുക്കാം. അതിനുശേഷം എന്താ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചമ്മന്തി ഇങ്ങനെ വേണമെങ്കിലും ചോറിലിട്ട് ഇളക്കി കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ പറഞ്ഞ പോലെ പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അതായത് ഇതേപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചമ്മന്തി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഉണക്ക ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇത്രത്തോളം ഉണക്ക ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ഏകദേശം അരക്കപ്പോളം ചെമ്മീനുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിലിട്ട് കൊടുത്ത് 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചെമ്മീൻ വഴറ്റിയത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാള ഒന്നുകൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയെന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വഴറ്റാൻ വെച്ചിരുന്നില്ല, നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉണക്ക ചെമ്മീൻ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ ഒരു ഉണക്ക ചെമ്മീൻ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാനാണെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. 1 മിനിറ്റോളം ഇത് ഉണക്ക ചെമ്മീൻ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വയ്ക്കേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റുള്ള ഉണക്കൻ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതിന് ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.